നല്ലൊരു അടിപൊളി പഴങ്കഞ്ഞി കഴിച്ചാലോ? ഹലോ ബോസ്, ഇറ്റ്സ് മീ ദീപു. ഒരു കാര്യമില്ല, അത് ഈ വഴി കൂടെ തെണ്ടിത്തിരിഞ്ഞ് അങ്ങോട്ടും കൊണ്ട് നടന്നപ്പോഴാണ് ഞാൻ ഈ ബോർഡ് കണ്ടത്. പിന്നെ ഒന്നും നോക്കില്ല, ഒരു പഴങ്കഞ്ഞി ഇട്ട് കഴിക്കാൻ നല്ലൊരു മണ്ണിൻ്റെ ചട്ടിയും അതിൽ കട്ടത്തൈരും അച്ചാറും ഉണക്കലും പിന്നെ പൂളക്കിഴങ്ങിൻ്റെ ഒരു പുഴുക്കും ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിച്ചാൽ കില്ലാടി. അത്രേ ഉള്ളൂ. ഇതേ സെയിം സാധനം പണ്ട് വീട്ടിൽ കട്ടിക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം ബാക്കി വന്ന സാമ്പാറും ചോറും മിക്സ് ചെയ്തിട്ട് അമ്മ ഒരു കലത്തിലിട്ട് വെക്കും. അത് അടുത്ത ദിവസം അമ്മ ചൂടാക്കിയിട്ട് എനിക്കും ഉണ്ണിക്കും തരും. അതിന് അമ്മ വിളിച്ചിരുന്ന പേര് പുളിങ്കഞ്ഞി എന്നാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ പഴങ്കഞ്ഞി ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് സെർവ് ചെയ്യണേക്കാളും നന്നാവും ഒന്ന് ചൂടാക്കിയ ശേഷം സെർവ് ചെയ്താൽ. ഇത്ര ക്വാണ്ടിറ്റി കഴിച്ചിട്ടും ഇന്റെ പോലെ വയറ് നിറയാത്ത ഒരാളാണ് നിങ്ങൾ വെച്ചാൽ ഇതേ ചട്ടിയിൽ നല്ല ചൂട് ചോറും കട്ടത്തൈരും കുറച്ച് ഗ്രേവിയും ഒരു വിളമ്പി തരും. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും ചട്ടി കാര്യമായി. ഇനി സ്പോട്ട് എവിടെയാ പറയാം, ഇവിടെ അൽക്കൂസിലുള്ള UA&I കഫേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബോസ്.